മാർവൽ സൂപ്പർ ക്യാരക്ടറായ ഡെഡ്പൂളിനെ ബേസ് ചെയ്ത് 2018 ഇറങ്ങിയ സിനിമയാണ് ഡെഡ്പൂൾ 2. 2016 ഇറങ്ങിയ ഡെഡ്പൂളിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് ലീച്ച്, അഭിനയിച്ചിരിക്കുന്നത് റയൻ റെയ്നോൾഡ്സ്. മിക്ക മാർവൽ ഫാൻസിൻ്റെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആയിരിക്കും ഡെഡ്പൂൾ എന്ന് പറയുന്നത്. അതുപോലെ മിക്കവരും കണ്ടുള്ളൊരു സിനിമ തന്നെയായിരിക്കും ഇത്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഡെഡ്പൂളിൻ്റെ കാമുകി കൊല്ലപ്പെട്ടു. അങ്ങനെ അവൻ അതിൻ്റെ വിഷാദരോഗത്തിൽ ജീവിക്കുകയാണ്. വിഷാദരോഗത്തിന് അടിമപ്പെട്ട അവനോട് എക്സ്മാൻ്റെ ടീമിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് ഇവൻ പറയുന്നത് ഇവന് സൂപ്പർ ഹീറോ ഒന്നും ആകാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവൻ എങ്ങനെയും ചാകണം എന്നുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. എങ്ങനെയും മരിക്കണം, അവന് സ്വയമായിട്ട് ചാകാനും പറ്റില്ല, വേറൊരാളാൽ കൊല്ലപ്പെടാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഡെഡ്പൂളിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു അനാഥാലയത്തിലുള്ള റസൽ എന്ന് പറയുന്ന ഒരു കുട്ടി, സൂപ്പർ ഹീറോ പവറുള്ളൊരു കുട്ടി, ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭാവിയിൽ നിന്നും ഒരു കേബിൾ എന്ന് പറയുന്ന ഒരു സൈനികൻ വരികയാണ്. അപ്പോൾ ഇതിനെ തടുക്കുന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ഡെഡ്പൂൾ അതിന് ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഇതിനെ തടുക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ് ഇത്. മിക്കവരും കണ്ടുള്ളൊരു സിനിമ തന്നെയായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, കണ്ടവരുണ്ടെങ്കിൽ റിപ്പീറ്റ് വാച്ച് ചെയ്യുക. കാരണം ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ കാണുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. കണ്ടു നോക്കുക.